ഡെവലപ്മെന്റ്സ് ആയിട്ട് കട്ടച്ചിറ പള്ളിയിലെ ശവസംസ്കാരത്തോട് അനുബന്ധിച്ച് നടന്ന അനിഷ്ട സംഭവങ്ങളെ ആസ്പദമാക്കി കേരള പോലീസ് ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി യാക്കോബായ സഭയിലെ വൈദികരടക്കം 20ഓളം പേരെ അറസ്റ്റ് ചെയ്യുവാനാണ് കേരള പോലീസിന്റെ നീക്കം എന്ന് വളരെ വ്യക്തമാണ്. അജ്ഞാതരായ യജമാനന്മാരെ പ്രസാദിപ്പിക്കുവാൻ ഇലക്ഷൻ കാലത്ത് കേരള പോലീസ് കാട്ടുന്ന ഈ തിടുക്കം എന്താണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാകില്ല. കട്ടച്ചിറ പള്ളിയിൽ നടന്നത് എന്താണ് എന്ന് പകല് പോലെ വ്യക്തമായിരിക്കുമ്പോൾ പൊതുസമൂഹത്തിൽ തങ്ങൾക്ക് ഉണ്ടാകുന്ന അപമാനത്തെ കവർ ചെയ്യുവാൻ വേണ്ടി ന്യായീകരണ തൊഴിലാളികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ ന്യായീകരണ മെത്രാച്ചൻ ഡിയസ്കോറോസിന്റെ വാക്കുകളെ നമ്മൾ കേട്ടു. ഇന്ന് മറ്റൊരു ന്യായീകരണ തൊഴിലാളിയായിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ അൽമായ ലീഡർ റോണിയാണ് ഒരു ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ് നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഉയർപ്പ് ദിവസം, മനുഷ്യ ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായതിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സമിതി അംഗങ്ങളെല്ലാം പ്രതിഷേധവും ദുഃഖവും രേഖപ്പെടുത്തുകയാണ്. ആ പിഞ്ചു മകന്റെ ബേസിൽ എന്ന് പറയുന്ന സഹോദരന്റെ വേർപാടിലുള്ള ദുഃഖം രേഖപ്പെടുത്തുകയാണ്. എങ്കിൽ തന്നെയും ആ അടക്കത്തിൽ അവിടെ നടന്ന പൈശാചിക ഇടപെടിയിൽ അല്ലെങ്കിൽ അവിടെ നടന്ന കയ്യാങ്കളിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭ പ്രതിഷേധിക്കുകയാണ്. ഇങ്ങനെ ഒരു അടക്കം, ബേസിൽ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ അടക്കം അവിടെ ഉണ്ട് എന്ന് പോലീസ് മുൻകൂട്ടി അറിയിച്ചപ്പോൾ തന്നെ അതിന് ഗേറ്റ് തുറന്നിട്ട് കൊടുക്കുകയും ആ മൃതശരീരം അവിടെ മാന്യമായും ഏറ്റവും ആദരപൂർവ്വം അടക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാൻ വികാരി എന്ന നിലയിൽ ജസ്റ്റിൻ അച്ഛൻ തയ്യാറാണെന്ന് പോലീസിനെ അറിയിച്ചെങ്കിലും വികാരിയുടെ സേവനങ്ങൾ വേണ്ട എന്ന് കൃത്യമായി മറുപക്ഷം പറയുകയും ചെയ്തു. ഇതാണ് പ്രശ്നം. ഈ ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും എന്ന് പറയുന്ന പോലെ യാക്കോബായ പക്ഷത്തെ ഒരു ബാലൻ വളരെ ഒരു ട്രാജിക് ആക്സിഡന്റിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഇതറിഞ്ഞപ്പോഴേ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ വികാരി സന്നദ്ധത അറിയിക്കുകയാണ്, ഞാൻ അടക്കാം. ഇത് ഇത്രയും നാൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട റോണി അവർക്ക് മനസ്സിലായില്ലേ? വളരെ ആദരണീയനായ റോണി അവർ ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് പൗരോഹിത്യമില്ല എന്നാണ് ഓരോ യാക്കോബാക്കാരനും വിശ്വസിക്കുന്നത്. ശരാശരി യാക്കോബാക്കാരെല്ലാം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതാണ് വാസ്തവം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പേരിൽ യാക്കോബായ സഭയിലെ മെത്രാച്ചന്മാർ അത് പറയുന്നില്ല എന്നേ ഉള്ളൂ. അത് തെറ്റാണ്, അവരത് പറയാതിരിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൂടി പോകുന്നതാണ് കുഴപ്പം. യാക്കോബായ സഭയുടെ പൗരോഹിത്യം, ഈ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആളുകൾക്കുണ്ട്. പൗരോഹിത്യവും പട്ടത്വവും ഉണ്ട്. ഇന്ത്യൻ ഓർത്തഡോക്സിലെ വൈദികർക്ക് പട്ടത്വമുണ്ട്. അവർ പട്ടക്കാരാണ്. അവരുടെ പട്ടത്വം ശരിയായ പട്ടത്വമാണ്. അതാണ് ക്രമീകൃതമായ നിലയ്ക്ക് വിദ്യാഭ്യാസം ചെയ്യുകയും ശരിയായ വിധത്തിൽ ഉള്ള പ്രോസസ്സിലൂടെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് സഭ തിരഞ്ഞെടുക്കുന്ന മെത്രാമാർ, അസോസിയേഷൻ അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികൾ, അവരെ വാഴിക്കുന്നു. ഈ പ്രോസസ് എല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സിദ്ധിക്കുന്നത് പട്ടമാണ്, പൗരോഹിത്യമല്ല. പട്ടവും പൗരോഹിത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സോ ഓർഡിനേഷൻ ആൻഡ് പ്രീസ്റ്റ്ഹുഡ്. നിങ്ങൾക്ക് ഓർഡിനേഷൻ ഉണ്ട്. യുവർ പ്രീസ്റ്റ് ആർ ഓർഡൈൻഡ്. ഓർഡൈൻഡ് എന്താണ് ഓർഡൈൻഡ്? ഓർഡൈൻഡ് ടു പെർഫോം സർട്ടൻ റിച്വൽസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ റിച്വൽസ് ഒക്കെ ചെയ്യാൻ നിങ്ങൾ ഓർഡൈൻ ചെയ്തിട്ടുണ്ട്. ആ ഓർഡിനേഷൻ ഉണ്ട്. ഇതാണ് ഈ പ്രശ്നം. ഇപ്പോൾ ഓർഡിനേഷൻ ഉണ്ട്, നിങ്ങൾ പട്ടത്വമുണ്ട്. പട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജനത്തിന്റെ അംഗീകാരവും നേതൃത്വവും കൊടുക്കുന്നതാണ് പട്ടാഭിഷേകം. പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാജാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ പട്ടാഭിഷേകമാണ്. ഈ പട്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാനത്തേക്കുള്ള അപ്പോയിന്റ്മെന്റ് ആണ്, ഓർഡൈൻഡ് ചെയ്തിരിക്കുകയാണ്. ആ ഓർഡിനേഷൻ കറക്റ്റ് ആണ്, യു ആർ ഓർഡൈൻഡ്. പക്ഷെ ഈ ഓർഡിനേഷന്റെ ഒപ്പം
വരുന്ന ഒന്നുണ്ട്, പൗരോഹിത്യ നൽവരം. അത് ഇല്ലെന്നാണ് ഈ പറയുന്നത്, അല്ലാതെ ഓർഡിനേറ്റ് പ്രീസ്റ്റ് അല്ലെന്ന് പറയുന്നില്ല. ഈ ഓർഡിനേഷൻ കോൺക്രീറ്റ് ആണ്, പ്രീസ്റ്റ്ഹുഡ് അബ്സ്ട്രാക്റ്റ് ആണ്. അവിടെയാണ് യാക്കോബക്കാർ ക്ലിഞ്ച് ചെയ്യുന്നത്. ഈ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള എലമെന്റ് അത് പ്രീസ്റ്റ്ഹുഡ് ആണ്. പൗരോഹിത്യം, ആ ഒരു നൽവരം ഇന്ത്യൻ ഓർത്തഡോക്സ് മെത്രാമാർക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് വൈദികർക്കും ഇല്ല, അല്ലാതെ വേറൊരു പ്രശ്നവുമില്ല. അത് യാക്കോബായക്കാരൻ അങ്ങനെ വിശ്വസിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ ഈ പറഞ്ഞ ജസ്റ്റിനച്ചന് ഈ പ്രാർത്ഥന ചൊല്ലാൻ അറിയത്തില്ലെന്നോ അദ്ദേഹം ചൊല്ലിയാൽ തെറ്റിപ്പോകുന്നൊന്നും ഒരർത്ഥവുമില്ല. അദ്ദേഹം കൃത്യമായിട്ട് ചൊല്ലും, കറക്റ്റ് ഈണത്തിലും കറക്റ്റ് രാഗത്തിലും കറക്റ്റ് താളത്തിലും കൃത്യം മീറ്ററിലും അദ്ദേഹം അത് ചൊല്ലും, ആ പ്രാർത്ഥനകൾ എത്തിക്കും. ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ ആ പൗരോഹിത്യം ഇല്ല. അപ്പൊ അതാണ് പ്രശ്നം. ഈ ഇന്ത്യൻ ഓർത്തഡോക്സിലെ അച്ഛൻ പറഞ്ഞായിരുന്നു പുള്ളി അടക്കാമെന്ന്, പക്ഷെ യാക്കോബക്കാർ സമ്മതിച്ചില്ലെന്നുള്ളതാണ് ഈ റോണിയുടെ വിലാപം. എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാൻ വികാരി എന്ന നിലയിൽ ജസ്റ്റിനച്ചൻ തയ്യാറാണെന്ന് പോലീസിനെ അറിയിച്ചെങ്കിലും വികാരിയുടെ സേവനങ്ങൾ വേണ്ട എന്ന് കൃത്യമായി മറുപക്ഷം പറയുകയും ചെയ്തു. ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സെമിത്തേരിയിൽ മറുപക്ഷം മൃതശരീരം അടക്കുന്നത് കേരള സർക്കാർ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ഒരു സെമിത്തേരി ഓർഡിനൻസിനാണ്, അല്ലെ സെമിത്തേരി നിയമത്തിലാണ്. ആ നിയമത്തിൽ വ്യക്തമായി പറയുന്നത് വികാരിയുടെ സഹായത്തോടെ അല്ലെ വികാരിയുടെ നേതൃത്വത്തിൽ ദേവാലയത്തിൽ വെച്ച് അവർക്ക് ശുശ്രൂഷകൾ നടത്താമെന്നും ഏതെങ്കിലും കാരണവശാൽ വികാരി അവർക്ക് താല്പര്യമില്ല, അവർക്ക് ഇഷ്ടമുള്ള വൈദികരെ ആണ് ചെയ്യേണ്ടതെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇഷ്ടമുള്ള വൈദികരെ ഉപയോഗിച്ചാണ് അന്ത്യശുശ്രൂഷ നടത്തേണ്ടതെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് ഇത് നടത്തുകയും അന്ത്യശുശ്രൂഷ നടത്തുകയും. ഇവരെത്ര ലൈറ്റായിട്ടാണ് ഇത് എടുക്കുന്നത് നോക്കി. ഇത് ഇഷ്ടത്തിന്റെയും ഇഷ്ടക്കേടിന്റെയും പ്രശ്നമല്ല. ജസ്റ്റിനച്ചനെ ആർക്കാ ഇഷ്ടമില്ലാത്ത? എനിക്കിഷ്ടം. ആർക്കാ ജസ്റ്റിനച്ചനെ അംഗീകരിക്കാത്ത? എല്ലാവരും യാക്കോബക്കാർക്കെല്ലാം ജസ്റ്റിനച്ചനും ജീവനാണ്. ജസ്റ്റിനച്ചൻ കണ്ണിലെ കൃഷ്ണമണിയാണ്. അച്ഛൻ നല്ല അച്ഛനാണ്. പക്ഷേ അച്ഛന്റെ പാട്ട് നല്ലതാണ്, പ്രാർത്ഥന നല്ലതാണ്, അച്ഛൻ നാക്ക് എല്ലാ ദിവസവും വടിക്കുന്നുണ്ട്, ഉച്ചാരണ ശുദ്ധിയുണ്ട്, ഇതെല്ലാം ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ എൻ്റെ റോണി സാറേ, അദ്ദേഹത്തിന് പൗരോഹിത്യ നൽവരമില്ല. പൗരോഹിത്യത്തിന്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണ്. ആ സിംഹാസനത്തോട് ബന്ധപ്പെട്ട് നിൽക്കാതെ ഒരിക്കലും പൗരോഹിത്യ നൽവരം ഉണ്ടാകത്തില്ല. ഇത് ആത്മമണ്ഡലത്തിൽ അദൃശ്യ തലങ്ങളിൽ ഉള്ള ഒരു അംഗീകാരമാണ്. ദൃശ്യമണ്ഡലത്തിൽ നിന്നാണ് പട്ടത്തം കിട്ടുന്നത്, അദൃശ്യ മണ്ഡലത്തിൽ നിന്നാണ് പൗരോഹിത്യം കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ഇല്ല സഹോദര. അതുകൊണ്ടാണ് എനിക്ക് റോണിയോട് ഒരു പിണക്കമില്ല. പ്രത്യേകിച്ച് റോണി അപകടത്തിൽപ്പെട്ടപ്പം ഈ ചില പേജുകളിലൊക്കെ വളരെ ദൈവശിക്ഷയാണെന്നൊക്കെ പറഞ്ഞു. ഞാനവിടെ എല്ലാം കമന്റ്, നിങ്ങൾക്ക് ഇപ്പോഴും പുറകോട്ട് പോയി പരിശോധിച്ചറിയാം. എവിടെയൊക്കെ അതൊക്കെ തെറ്റ അങ്ങനെ എഴുതും. നമ്മുടെ ദൈവം അങ്ങനെ കോപിക്കുന്ന ദൈവമൊന്നുമല്ല. റോണി ആരോഗ്യത്തോടെ വരാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ റോണിയോടൊന്നും നമുക്കൊരു പിണക്കമില്ല. റോണി നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു മുതൽക്കൂട്ടാണ്, ഇത്രയും കരുത്തനായ ഒരു നേതാവല്ലേ. പക്ഷെ ഈ നേതാവിനും അനുയായികൾക്കും സഹകാരികൾക്കും മേലധികാരികൾക്കും ഒന്നും മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ വളരെ പൊളൈറ്റായിട്ട് നിങ്ങളെ റിമൈൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ആർക്കും ആ സാധനമില്ല റോണി സാറേ. അതുകൊണ്ടാണ് ഈ പറ്റുകയില്ല എന്ന് പറഞ്ഞത്, അല്ലാതെ വേറെ വിരോധം കൊണ്ടല്ലോ, ഒന്നും തോന്നരുത് കേട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റിനച്ചൻ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞത്. പിന്നെ യാക്കോബക്കാരന്റെ ശവം അടക്കിയേ മതിയാകൂ എന്ന് അച്ഛന് തോന്നുന്നത് എന്തിനാന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ യാക്കോബക്കാരുടെ അപ്പച്ചനും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ച കല്ലറയ്ക്ക് ധൂപം വെക്കുക, ഇത് എന്തോ ഒരു സംഗതിയാണ്.